കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇങ്ങനെ പണം കൊടുക്കുന്ന ദൃശ്യം പുറത്തു വരികയാണ്. സ്ഥാനാർത്ഥിയുള്ളൊരു ഗ്യാങ്ങാണ് പണം കൈമാറുന്നത്. അത് പിടിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി തട്ടിക്കയറുന്നു വീഡിയോ എടുത്ത്. അതിന് എനിക്കൊരു രസമായിട്ട് തോന്നിയത്, അത് വീഡിയോ ചിത്രീകരിച്ച വീഡിയോ പ്രവർത്തകർ വളരെ ശക്തമായി അവരുടെ കാര്യത്തിൽ നിൽക്കുകയും നല്ല ഭാഷയിൽ തന്നെ അവർ വളരെ മോശമായി പെരുമാറുമ്പോൾ പോലും ചേച്ചി നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നേരിടുകയും ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ്, രാജ്യം മുഴുവൻ വൈറലാണ്. കാരണം അത്ര ശക്തമായിട്ട് അവർ നിൽക്കുകയും അതിൻ്റെ കാൻഡിഡേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. യെസ്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. പക്ഷെ അതിന് ഒന്നും അത് എക്സ്പോസ്ഡ് ആയിപ്പോയി. ശോഭാ സുരേന്ദ്രൻ എക്സ്പോസ്ഡ് ആയിപ്പോയി. പിന്നെ അവർക്ക് എന്താ ഈ വാർത്ത ആദ്യം കൊടുത്ത മീഡിയ വണ്ണിന് എന്തെങ്കിലും പറയാം. അങ്ങനെ മീഡിയ വണ്ണാണ് അത് തുടക്കം മുതൽ കൊടുത്തത്, പിന്നീടാണ് മറ്റ് ചാനലുകൾ അത് ഏറ്റെടുത്തത്. അപ്പോൾ അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവർ പറയുന്നത് തനിക്കെതിരെ മോശമായി പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അവരെ ചോദ്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞാണ് അവർ പിന്നീട് അതിനെ വിശദീകരിക്കുന്നത്. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ജനങ്ങൾക്ക് പണം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വീട് പണിക്ക് വേണ്ടി കുറച്ച് സ്വർണം വിറ്റിട്ട് പൈസ വാങ്ങി, 2 ലക്ഷം രൂപ മറ്റുമായിരുന്നു വാങ്ങിയത്. ആ ജ്വല്ലറി ഉടമ പറഞ്ഞു കൊണ്ടുപോകണ്ട, ഉടനെ ബാങ്കിൽ കൊണ്ടുപോയിടുമെന്ന് പറഞ്ഞു. കാരണം അത് കൊണ്ടുപോയി ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരില്ല. അപ്പോൾ അങ്ങനെ ജനം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇത്രയും പണം BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മണ്ഡലത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത്? കാരണം 5000 രൂപ ഒരു വോട്ടിന് അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് കൊടുക്കണം, എത്ര പണം അവരുടെ കയ്യിലുണ്ടാവണം, അവരുടെ കയ്യിൽ അപ്പോൾ എത്ര പണം ഉണ്ടാകും തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ECയുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തന്നെ ഇങ്ങനെ പണം കൈമാറുന്നുവെന്നോ പണം കൊണ്ടുപോകുന്നുണ്ടെന്നോ കണ്ടെത്തിയാൽ നമ്മൾ ചുമ്മാ റോഡിലിറങ്ങി നോക്ക്, ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് തലങ്കം വിലങ്ങും പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞാൽ ആ സമയത്ത് ഫ്ലൈയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തണം. നമ്മളെവിടെയെങ്കിലും ഫ്ലൈയിങ് സ്ക്വാഡിനെ കണ്ടോ? അവിടെ ഇല്ല. ഈ വാർത്ത പിന്നീട് മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും മണിക്കൂറുകളോളം അത് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചീഫ് ഇലക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ഇടുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്ന ഈ സമയം വരെ ആ റിപ്പോർട്ട് കൊടുത്തോ എന്ന് നമുക്കറിയില്ല. ഒരു കേസ് ഇതുവരെ എടുത്തിട്ടില്ല. എത്ര മണിക്കൂറായി? അതായത് ഫ്ലൈയിങ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി ഇത് റിക്കവർ ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യേണ്ട ഒരു സംഭവത്തിൽ ലോകം മുഴുവൻ ഇതറിഞ്ഞ കാര്യത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല.